മുൻ KPCC പ്രസിഡന്റും നിലവിൽ MLA-യും KPCC-യുടെ പ്രചരണ സമിതി അധ്യക്ഷനുമായ കെ മുരളീധരൻ ഹൈബി ഈഡന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ നടത്തിയ പ്രസംഗം, ആ പ്രസംഗം മലർന്നു കിടന്ന് തുപ്പുന്നതിന് തുല്യമാണ് എന്നാണ് കോൺഗ്രസിലെ വലിയൊരു വിഭാഗം ഇപ്പോൾ വിലയിരുത്തുന്നതും അഭിപ്രായപ്പെടുന്നതും. കെ മുരളീധരൻ ഒന്ന് നാവ് നിയന്ത്രിക്കുന്നത് നന്നായിരിക്കും. പ്രത്യേകിച്ചും എറണാകുളം പോലെ ഉള്ള ഒരു മണ്ഡലത്തിൽ ഏറ്റവും വിവാദം കോൺഗ്രസിനുള്ളിൽ തന്നെ നിലനിൽക്കുമ്പോൾ അവിടെ സിറ്റിംഗ് MP 2 പ്രാവശ്യം മണ്ഡലത്തെ പ്രതിനിധീകരിച്ച KV തോമസിന് സീറ്റ് നൽകാതെ അദ്ദേഹം ഒരു വിമതസ്വരം ഉയർത്തുന്ന പശ്ചാത്തലത്തിലാണ് അവിടെ ഹൈബി ഈഡൻ മത്സരിക്കാൻ എത്തുന്നത്. ഹൈബി ഈഡൻ എല്ലാ വിജയ സാധ്യതയുമുണ്ട്. യുവ ഹൃദയങ്ങൾ ഹൈബി ഈഡനെ അവരുടെ തോളോട് ചേർത്ത് വെച്ചിരിക്കുകയാണ്. യുവഹൃദയങ്ങൾ ഹൈബി ഈഡനെ ഏറ്റെടുത്തു കഴിഞ്ഞു. അങ്ങനെ ഹൈബി ഈഡൻ വിജയക്കുതിപ്പിലേക്ക് പോകുമ്പോൾ അവിടേക്ക് കല്ലുകടി ഉയർത്തി ഹൈബി ഈഡനെ തോൽപ്പിക്കുന്ന ചില മാമൂലുകൾക്ക് കെ മുരളീധരൻ വളമിടരുതെന്നും കെ മുരളീധരൻ മലർന്നു കിടന്ന് തുപ്പരുതെന്നുമാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വവും അതോടൊപ്പം കോൺഗ്രസിലെ വലിയൊരു വിഭാഗവും പറയുന്നത്. കെ മുരളീധരന് ഹൈബി ഈഡനെ തോൽപ്പിക്കണമെന്ന് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അത് മറ്റു പല രീതിയിലേക്ക് ആയിക്കോളൂ. കെ കരുണാകരനെ പോലെ കണ്ണുറുക്കി കാണിച്ചും TV ചൂണ്ടിക്കാണിച്ചും ഒക്കെയുള്ള ഗിമിക്കുകൾ കെ മുരളീധരൻ ആവർത്തിക്കരുതെന്ന് ഉച്ചസ്വരത്തിൽ പറയുകയാണ് കോൺഗ്രസുകാർ. ഹൈബി ഈഡന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ വേദിയിൽ വെച്ച് കെ മുരളീധരൻ വിമർശിച്ചത് ടോം വടക്കനെയാണ്. ടോം വടക്കന്റെ AICC സ്ഥാനത്തുണ്ടായിരുന്ന ടൈപ്പിസ്റ്റ് പണി മുതൽ ഈ കെ മുരളീധരൻ KPCC പ്രസിഡന്റ് ആയിരുന്നപ്പോൾ അദ്ദേഹം ടൈപ്പിസ്റ്റ് ആയിരുന്നുവെന്നും AICC ആസ്ഥാനത്ത്, തുടർന്ന് വക്താവ് സ്ഥാനത്തേക്ക് എത്തിയപ്പോൾ ഒന്നും കോൺഗ്രസിന് വേണ്ടി വിവരിക്കാൻ പറ്റാത്ത, ആർക്കും മനസ്സിലാകാത്ത ഇംഗ്ലീഷും മലയാളവും അല്ലാത്ത ഭാഷയും ഒക്കെ കെ മുരളീധരൻ വിമർശിച്ചു കണ്ടു. ആ വിമർശനത്തിന്റെ കെ മുരളീധരന്റെ വാക്കുകൾ എന്താണെന്ന് കേട്ടതിനു ശേഷം അടുത്ത് നമുക്ക് കോൺഗ്രസുകാർ പറയുന്നത് എന്താണെന്ന് കേൾക്കാം. ഒരാള് കോൺഗ്രസ് നിന്ന് പോയി എന്ന് പറഞ്ഞിട്ട് എന്തായിരുന്നു ചാനലിലും പത്രത്തിലൊക്കെ ഒരു വടക്കൻ. ഞാൻ KPCC പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് AICC-യിലെ ടൈപ്പിസ്റ്റ് ആയിരുന്നു ഈ പറയുന്ന വിദ്യ. പിന്നെ കുറെ കഴിഞ്ഞപ്പോണ്ട് ചാനൽ ചർച്ചകളിൽ വ്യക്താവ് എന്ന് പറഞ്ഞ് വരാൻ തുടങ്ങി. അന്തരിച്ച സുകുമാർ അഴീക്കോട് എനിക്ക് പറഞ്ഞു, ഈ കോൺഗ്രസിന്റെ വക്താവിനോട് ഒന്നുകിൽ ഇംഗ്ലീഷിൽ പറയാൻ പറഞ്ഞു, അല്ലെങ്കിൽ ശുദ്ധ മലയാളം, ഇത് രണ്ടുമല്ല. അന്ന് നമ്മുടെ ഈ ആണവ കരാറൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ ചർച്ചയൊക്കെ അന്ന് നമ്മുടെ ഇന്ത്യ വിഷനുണ്ട് ചർച്ചയില് ഇയാളുടെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇദ്ദേഹത്തിന്റെ പെർഫോമൻസ്. സി മിസ്റ്റർ നികേഷ്, ഈ ആണവ കരാറിന്റെ കാര്യത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഒരു വ്യക്തമായ ഒരു സ്റ്റാൻഡ് ഉണ്ട്. ആ സ്റ്റാൻഡ് എന്ന് പറയുന്നത് എന്താ പറയുന്ന ആൾക്ക് ഒന്നും വ്യക്തമായില്ല. അവസാനം ഇങ്ങനെയുള്ള വക്താക്കൾ ഈ പാർട്ടിയിൽ വേണ്ട എന്ന് AICC തീരുമാനിച്ചപ്പോഴാണ് ഇത് പുറത്തുപോയത്. ഇതാണ് ടോം വടക്കനെ കുറിച്ച് കെ മുരളീധരൻ പറയുന്നത്. ഈ ടോം വടക്കൻ ചെയ്ത തെറ്റ്, ടോം വടക്കൻ കോൺഗ്രസിന്റെ അവഗണനയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസിൽ നിന്ന് മാറി. അങ്ങനെ കോൺഗ്രസിലെ അവഗണനയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസിൽ നിന്ന് മാറുന്ന ടോം വടക്കനെ BJP 2 കൈയും നീട്ടി സ്വീകരിച്ചു. ടോം വടക്കന് BJP-യിൽ ചേരാൻ ആഗ്രഹമായിരുന്നു. വേറെ അഭിപ്രായ വ്യത്യാസമില്ല. ടോം വടക്കൻ BJP-യിൽ ചേർന്നു. ഇതൊക്കെ സമകാലീന രാഷ്ട്രീയത്തിലെ സ്വാഭാവികത മാത്രമാണ്. കോൺഗ്രസിലെ മറ്റാര് വിമർശിച്ചാലും കെ മുരളീധരന്റെ തന്നെ ചരിത്രത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് നന്നായിരിക്കും. നാവിൽ ഈ ഓരോ വാക്കുകളും വന്ന സമയത്ത് ആ ചരിത്രം അറിയാൻ ഉഗാണ്ടൻ കേരള ഹിസ്റ്ററി പഠിക്കേണ്ട കാര്യമില്ല. കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ UDF-ന്റെ സ്ഥാനാർത്ഥിയായി രാജ്മോഹൻ ഉണ്ണിത്താൻ മത്സരിക്കുന്നുണ്ട്. ആ രാജ്മോഹൻ ഉണ്ണിത്താന്റെ പബ്ലിക് പ്രൊഫൈലിലുള്ള കെ മുരളീധരനെ കുറിച്ചുള്ള പരാമർശങ്ങൾ മാത്രം മതി. ടോം വടക്കൻ ടൈപ്പിസ്റ്റായ ടോം വടക്കനാണ് വളർന്ന് AICC വക്താവുകയും മറ്റൊരു പാർട്ടിയിലേക്ക് ചേക്കേറാൻ തക്ക തരത്തിൽ വ്യക്തിത്വം വളർത്തിയെടുത്തത്. അതെ, ടോം വടക്കന്റെ അച്ഛൻ ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയാകാത്തത് ടോം വടക്കന്റെ കുറ്റമല്ല. ഒരു വാക്കുപോലും നാവിൽ ഉച്ചരിക്കാൻ കഴിയാതെ മണ്ണുണ്ണിയായി കിങ്ങിണിക്കുട്ടനായി നടന്ന ഒരു വ്യക്തി, ആ വ്യക്തിയെ അക്ഷരം പഠിപ്പിച്ച് പ്രസംഗ കലയിലേക്ക് കൊണ്ടുവന്നത് ആരാണെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞത് ലോകത്തെല്ലാവർക്കും അറിയാം. ആ കിങ്ങിണിക്കുട്ടൻ ഇതേ രീതിയിൽ പ്രസംഗിക്കുന്നു എന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുമ്പോൾ ടോം വടക്കന്റെ അച്ഛൻ കെ കരുണാകരനെ പോലെ ഒരു മുഖ്യമന്ത്രിയാകാത്തത് ടോം വടക്കന്റെ കുറ്റവുമല്ല. ഈ മറ്റൊരു പാർട്ടിയിലേക്ക് മാറുമ്പോൾ കെ മുരളീധരൻ കോൺഗ്രസിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഇന്നത്തെ സോണിയാഗാന്ധിയെ
ഇറ്റാലിയൻ മദാമയെന്നും അഹമ്മദ് പട്ടേലിനെ അലുമിനിയം പട്ടേൽ എന്നും അതോടൊപ്പം രമേശ് ചെന്നിത്തലയെയും ഉമ്മൻചാണ്ടിയെയും രാഹുൽ ഗാന്ധിയെയും മൻമോഹൻ സിംഗിനെയും ഒക്കെ എന്താണ് വിശേഷിപ്പിച്ചത് എന്ന് എല്ലാവർക്കും അറിയാം. ടോം വടക്കൻ അത്രത്തോളം കെ മുരളീധരനോളം ഗതികെട്ടില്ല എന്നുള്ളത് ടോം വടക്കന്റെ ബഹുമാന്യതയായി തന്നെ കാണേണ്ടിയും വരും. പാർട്ടി വിടുന്ന കാര്യം കോൺഗ്രസ് വിട്ട് രണ്ട് പാർട്ടികളിൽ ചേക്കേറി CPM-ന്റെ കാൽക്കൽ നൽകി അവിടെ ഒരു ഘടകകക്ഷിയാകാൻ ഈ കെ മുരളീധരൻ കളിച്ച നാടകവും ഒരിടത്തും ഗതി കിട്ടാതെ കാൽ അണ മെമ്പർഷിപ്പ് മാത്രം മതി തനിക്ക് എന്ന് പറഞ്ഞ് കോൺഗ്രസുകാരുടെ AK ആന്റണിയുടെ ഒക്കെ അടുക്കള നിരങ്ങിയ കെ മുരളീധരനെ രാജ്മോഹൻ ഉണ്ണിത്താൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മറ്റാരും ഓർമ്മിപ്പിച്ചില്ലെങ്കിൽ രാജ്മോഹൻ ഉണ്ണിത്താന്റെ വാക്കുകൾ മാത്രം ഒന്ന് പബ്ലിക് ഡൊമൈനിൽ ചികഞ്ഞാൽ മതി. അതുകൊണ്ട് കെ മുരളീധരൻ ഒന്ന് ആലോചിക്കേണ്ടത്, താങ്കളെക്കാൾ മാന്യനാണ് ടോം വടക്കൻ. കാരണം അദ്ദേഹം സോണിയാഗാന്ധിയെ പാർട്ടി വിടുമ്പോൾ സോണിയാജി എന്നാണ് പറഞ്ഞത്, രാഹുൽ ഗാന്ധിയെ രാഹുൽജി എന്നാണ് പറഞ്ഞത്, രമേശ് ചെന്നിത്തലയെ രമേശ് ജി എന്നാണ് പറഞ്ഞത്. കെ മുരളീധരൻ മലർന്നു കിടന്ന് തുപ്പരുത്. നിങ്ങളുടെ കോണകത്തിന്റെ മണം, അതിന്റെ നാറ്റം മറ്റുള്ളവരെ അറിയിക്കുകയും ചെയ്യും.